സൂപ്പർ സ്റ്റാർ, ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ. അത് ഇല്ല എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഒരു ഡയലോഗ് ഡെലിവറി വരുമ്പോൾ ഒരു സൗണ്ട് മോഡുലേഷൻ ഉണ്ട്. ബാലയെ കൊണ്ടുവന്നാൽ പോലും പുള്ളി അടിപൊളിയാക്കും, സംഭവമാക്കും. പക്ഷെ ത്രൂ ഔട്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല നമ്മൾ. പിന്നെ ആവശ്യമുള്ള സമയത്തൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. ജയിലർ അത് വേറെ, ജയിലർ വേറെ ലീഗാണ്. ലോകേഷിനെ കൊണ്ട് ഇങ്ങനെ പറ്റുള്ളൂ. ലോകേഷ് കൊടുത്ത പക്ക ട്രിബ്യൂട്ടാണ്. അപ്പൊ കൂലി, നമുക്ക് നിന്റെ അഭിപ്രായം തന്നെ തുടങ്ങാം. കാരണം നീ ഒരു വലിയ തലൈവർ ഫാനല്ലേ. കൂലി എങ്ങനെയുണ്ട് കണ്ടിട്ട്, നിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് പറ. കൂലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ്. പിന്നെ ഇത് ലോകേഷിന്റെ സിനിമയുണ്ട്. ലോകേഷിന്റെ ഞാൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തു. അപ്പോ കണ്ടപ്പോ എനിക്ക് സാറ്റിസ്ഫൈ ആയി. അഡ്വാൻസ്ഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തു, ബട്ട് അത് കിട്ടിയില്ല. അഡ്വാൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ ട്രെയിലർ ഇറങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു പടം ആ ലെവലിലേ കാണുള്ളൂ എന്ന്. പക്ഷെ നീ പറഞ്ഞു ക്രിയേറ്റേഴ്സ് അതിൻ്റെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിലർ ഇറക്കി വിട്ടേന്ന്, ഇങ്ങനെ ഒരു ട്രെയിലർ ഇറക്കി വിട്ടേന്ന്. ഇപ്പം എന്ത് തോന്നുന്നു പടവും ട്രെയിലർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം പടം ഏത് ലെവൽ വരുന്നുണ്ട്? പടം ട്രെയിലർ ആ ഒരു മോഡ് ആണ്, മാസ് പ്ലസ് ക്ലാസ് ആ ഒരു മോഡ്. പിന്നെ കുറച്ച് ഡ്രാമ കൂടെ വന്നിട്ടുണ്ടല്ലോ. ഡ്രാമ കുറച്ച് കൂടുതലാണ്. പഴയ 5 പടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന ഡിഫറൻസ്, മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് എന്താണ്? ഇതിൽ ഡ്രാമ കുറച്ച് കൂടുതലാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ത്രില്ലടിപ്പിച്ച് പെട്ടെന്ന് തന്നെ അടുത്തടുത്ത് ഇങ്ങനെ. ഇത് കുറച്ചുകൂടെ ഡ്രാമ കുറച്ച് കൂടുതലാണ്. മാസ് ഒരു ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ലോകേഷ് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടോ അവിടെ എവിടെയായിട്ട്? ലോകേഷ് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? എക്സാക്ട് പറഞ്ഞാൽ ആ ഫ്ലാഷ് ബാക്ക് സീൻ ഫ്ലാഷ് ബാക്ക് സീന് എടുത്ത് പറയേണ്ട ഒരു സാധനം. സംഭവം പണ്ട് ഒരിക്കൽ നമ്മുടെ ലോകേഷ് കുറച്ച് പഴി കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഫ്ലാഷ് ബാക്കിനെ. ലിയോ എടുത്ത് പറയാൻ മനസ്സിലാവുമല്ലോ ലിയോ. പക്ഷെ ഇതിൽ വരുമ്പം ഫ്ലാഷ് ബാക്ക് മാത്രം കണ്ടാൽ മതി. ഫ്ലാഷ് ബാക്ക് മാത്രം കണ്ടാൽ പടത്തിന് 150 രൂപ ടിക്കറ്റ് എടുത്ത് കയറി. സംഭവം അതിൻ്റെ ആ എലിവേറ്റ് ചെയ്തിരിക്കുന്ന സാധനം, ആ ഒരു ഡയലോഗ് ഡെലിവറി വരുമ്പോൾ ഒരു സൗണ്ട് മോഡുലേഷൻ ഉണ്ട്. പഴയ തിയേറ്ററിന്റെ ഒരു 70-80 കാലഘട്ടത്തിന്റെ ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഭയങ്കര ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പഴയ തലവരുടെ പടം പഴയ ഒരു ആംബിയൻസിൽ നിന്ന് കാണുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ആ വിന്റേജ് രജനീസ് എക്സാക്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളി താരം സൗബിന് അഭിമാനം തോന്നുന്നില്ലേ? സൗമാന് ഇത്രയും മലയാളം ആക്ടറിനെ ഈ ഫസ്റ്റ് മുതൽ എൻഡിങ് വരെ ഒരു ത്രൂ ഔട്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല നമ്മൾ. പക്ഷെ അത് ആ മൂവിക്ക് അത്യാവശ്യമാണ്. പുള്ളി എങ്ങനെ ഇത്രയും പുൾ ഓഫ് ചെയ്ത് ഈ ഒരു ഇത്രയും വലിയൊരു ഡയറക്ടറിന്റെ പടത്തിൽ ഇത്രയും ത്രൂ ഔട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന പരിപാടിയല്ല. പുള്ളി പാൻ ഇന്ത്യനാ, ഇനി പുള്ളിയെ പിടിച്ചാൽ കിട്ടത്തില്ല. പുള്ളിയുടെ പെർഫോമൻസ് അങ്ങനെയാണ്. അമ്മാതിരി പെർഫോമൻസ്. ഇനിയിപ്പോ ഒരുപാട് ഫാൻസ് ഉണ്ടാവും, തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടാവും. പുള്ളി ഇനി ആ മഞ്ഞുമല ശേഷം പുള്ളി കൈവിട്ടു, വേറെ ഇന്ത്യ ബാൻഡ്. അപ്പൊ ഇനി നമ്മളെ അനിയുടെ പണ്ണല്. പക്ഷേ ഒരു നമുക്കങ്ങനെ മോശം പറയാൻ പറ്റില്ല. പുള്ളി അനിയുടെ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്, അങ്ങനെ മോശം എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ എനിക്കതിൽ ഇഷ്ടപ്പെട്ട സാധനം നമ്മളെ വില്ലായിരുന്നുള്ളൊരു സാധനം, ഒരു ലിയോയിലുള്ള ഒരു സാധനം വില്ലായിരുന്നുള്ളൂ. അതിലൊരു ഒരു ബീറ്റ് ഉണ്ട്, അതൊരു സാധനം. ഇത് അതുപോലത്തെ ഒരു സാധനം ഇതില് അതേപോലെ ആ ഒരു സ്ട്രിങ്സിന്റെ ഒരു ടോൺ അവിടെ. പക്ഷെ അടിപൊളിയല്ലേ അത്. പിന്നെ ആവശ്യമുള്ള സമയത്തൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. അനിയുടെ സൈഡ് നമ്മൾ ഒരിക്കലും നോക്കേണ്ട ആവശ്യമില്ല, പുള്ളി കത്തിക്കേണ്ട അടുത്ത് കത്തിച്ചോണ്ടിരിക്കും. എസ്പെഷ്യലി പറയേണ്ട തലവർക്ക് എന്ന് പറഞ്ഞാൽ പുള്ളി ഓരോ പടി മുകളിലോട്ടേ പോകത്തുള്ളൂ. പക്ഷെ ജയിലർ പറയാതിരിക്കാൻ പറ്റും. ജയിലർ അത് വേറെ, ജയിലർ വേറെ ലീഗാണ്. പിന്നെ പിന്നെ ഇനി നമ്മുടെ നാഗാർജുന്റെ സ്ക്രീൻ പ്രസൻസ്, പിന്നെ ഉപേന്ദ്രയുടെ ഒരു എൻട്രി ഒക്കെ ഉണ്ട്. ഒരു അല്പം അങ്ങനെയല്ല, എന്നാൽ ആ ഒരു അവസാനം ഒരു കൂടുതൽ പറയുന്നത് ഒരു എൻട്രിയാണ്. അപ്പൊ ഒരു അല്പ സൈഡ് അവേ ഫീൽ ചെയ്യും. പക്ഷെ ഉബി അങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ലോകേഷിനെ കൊണ്ട് ഇങ്ങനെ പറ്റുള്ളൂ. ഒരു ഏത് ലെവൽ ആക്ടറായി ആ ആക്ടറിന് പറ്റുന്ന രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണ് അത് ലോക്കിക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഉള്ളതിൽ സൗത്ത് ഇന്ത്യൻ ഫിലിം ഡയറക്ടറിൽ ലോക്കിക്ക് മാത്രമേ പറ്റുള്ളൂ. തെലുങ്കിലായാലും കന്നഡയിലായാലും നമ്മൾ ചിലപ്പോ ബാലയെ കൊണ്ടുവന്നാൽ പോലും പുള്ളി അടിപൊളിയാക്കും, സംഭവമാക്കും. എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ പുള്ളിയുടെ കയ്യിൽ ബാലയെ.
അപ്പൊ ഇനി നമുക്കിനി തലേവറിലോട്ട് വരാം. അമ്പോ, തലേവറെ കുറിച്ചല്ലേ പടം തലേവറയല്ലേ, ഇപ്പൊ തലേവറ പറയാതെ എങ്ങനെ? one and only superstar. സൂപ്പർ സ്റ്റാർ, ഇന്ത്യയില് ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ, അത് തലൈവർ. ഈ ഇത്രയും 74 വയസ്സുകൊണ്ട് പുള്ളി ആ ഒരു ഓറോ സ്ക്രീൻ പ്രസൻസ്. പക്ഷെ ഇതില് എക്സാക്ട് ആ 50 ഇയേഴ്സില് ലോകേഷ് കൊടുത്ത പക്ക ട്രിബ്യൂട്ടാണ്. പഴയ പടത്തിലെ പഴയ പടത്തിന്റെ എല്ലാ സാധനവും ഇതിലുണ്ട്. ട്രിബ്യൂട്ടാണ്. ലോകേഷിന് അറിയാം എന്തായാലും ഒരിക്കലേ കിട്ടുള്ളൂ, നമ്മുടെ രജനി സാറിനെ വെച്ചിട്ട് പടം ചെയ്യാൻ ഒരിക്കലേ കിട്ടുള്ളൂ. അത് മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ ഇമോഷൻസും കൊണ്ടുവന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് ചെയ്യാനൊന്നുമില്ല, കൂടുതലായിട്ട് ജയിലർ അത് വേറെ. പക്ഷെ ഇത് ലോകിയുടെ ഒരു സാധനം അത് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പം മൊത്തത്തിൽ പറഞ്ഞു തരാണെങ്കിൽ ആൾക്കാർക്ക് ലോകേഷിന്റെ അടുത്തുള്ള പഴയ ഒരു എക്സ്പെക്ടേഷൻ കുറഞ്ഞിട്ടുണ്ടല്ലേ? അതൊന്ന് ജസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. കാരണം അവര് മിക്കവരും ലോകേഷ് എന്ന് പറയണ ലോകേഷ് മൂവി ഒരു ബ്രാൻഡ് ഒരു സാധനം, അതൊരു സെറ്റ് ചെയ്ത കുറച്ചൊരു തട്ടുണ്ട്. ആ തട്ട് ഒരു ആൾക്കാർ, പക്ഷേ ഇപ്പൊ അതിൽ നിന്ന് കുറച്ച് പുറത്തിറങ്ങുന്ന ലോകേഷ് വേറെ സാധനങ്ങളൊക്കെ കൈന്നിട്ട് പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് വരുന്ന പടം ഇതിനേക്കാളും അല്പം കൂടെ അടിപൊളിയാണെങ്കിൽ പിന്നെ ഒന്ന് നോക്കണം, പടം വമ്പൻ ഹിറ്റ്. ഇതങ്ങനെ ഒരിക്കലും മോശം പടമായിട്ടൊന്നല്ല പറയുന്നത്, അല്ലേ? ഇല്ല, എനിക്കിത് പടം ലോകേഷിന്റെ കരിയർ വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്രാഫിൽ വരുമ്പോൾ ഇതൊരു 3, 5, 4 പടം ആ ലെവലിൽ വരും. പക്ഷേ പടം ഇതിപ്പോ വേറെ ഒരു ഡയറക്ടർ എടുത്താലും ഈ ലെവൽ, വേറെ ഏതെങ്കിലും ഡയറക്ടർ എടുത്താൽ ആ ഡയറക്ടറിന്റെ പീക്ക് പടമായിരിക്കും ഈ സാധനം. പക്ഷെ ലോകേഷിന്റെ പീക്ക് പടം ഇതല്ല, അത് വേറെ പടമാണ്. ലോകേഷിന്റെ പീക്ക് പടം വിക്രം. സ്റ്റോറി വൈസ് ബാക്കിയാണെങ്കിൽ അത് നമ്മുടെ കൈദിയാണ്. പക്ഷെ വിക്രം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് വെച്ചിട്ട് പുള്ളിയുടെ ഒരു പീക്ക് ഐറ്റം ഉണ്ട്, ഒരു പ്രൈം സാധനമാണ് വിക്രം. പക്ഷെ നമുക്കിനി തലേവർ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ജയിലർ ഹുക്കും, ടൈഗർ കാ ഹുക്കും. പദമല്ല പടം. ട്രെയിലറിൽ എന്താണോ അതാണ് ഞാൻ അടി വെച്ചു ഞാൻ നശിപ്പിക്കുമല്ലോ. സ്പോട്ടിൽ ഉത്തരം പറയണം.